ഫ്രണ്ട്സ്, വെൽക്കം ടു എമേസോൺ വേൾഡ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ നമ്മുടെ സ്റ്റഡി മാറ്റിലുള്ള AS11 റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യും. AS10 അതുപോലെ തന്നെ അതിന് മുന്നെടുത്ത AS1 അതിലത്തെ ക്വസ്റ്റ്യൻസ്, എസ്പെഷ്യലി AS1 ക്വസ്റ്റ്യൻസ് ഒക്കെ തിയറി ബേസ്ഡ് ആണ്. സോ അത് ഓൾറെഡി നമ്മൾ നമ്മുടെ ക്ലാസ് കേൾക്കുക, അതിനുശേഷം ഓരോ ക്വസ്റ്റ്യനും വായിക്കുക, അതിനനുസരിച്ച് ആൻസേഴ്സും വായിച്ചു പോവുക, മനസ്സിലാക്കി വായിക്കാം. ഓക്കെ, അങ്ങനെയാണ് AS1 നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ AS10 എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി പ്രിറ്റി ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ഓൾറെഡി നമ്മുടെ ക്ലാസ് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഭയങ്കര ഡിഫിക്കൾട്ട് ലെവൽ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടില്ല. AS10 ഫുൾ നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്ത് എഴുതുന്ന കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എവിടെയെങ്കിലും ഒരു കമൻറ്റ് സെക്ഷനിലായിട്ടോ ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷനിലൊക്കെ ആയിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഫൈൻ. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് AS11 ആണ്. AS11 നമ്മുടെ സ്റ്റഡി മാറ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒട്ടും വൈകാതെ തന്നെ ഇല്ലസ്ട്രേഷൻ നമ്പർ 7 എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് വായിക്കാം. During the financial year 2021-22, Zeds Limited and e-commerce firm entered into a foreign currency transaction relating to fees for technical services paid to a Lucas Limited, an Atlanta-based organization in the USA. ഇപ്പോൾ ഇവിടെ പറയുന്നത് സെഡ്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു ഇ-കോമേഴ്സ് ഫേം ലൂക്കാസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനിക്ക് ആ ഒരു കമ്പനിയുമായിട്ടൊരു ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻ ഉണ്ടായി. അപ്പോൾ ഈ ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന സെഡ്സ് ലിമിറ്റഡ് ലൂക്കാസ് ലിമിറ്റഡിന് എന്തോ ഒരു ടെക്നിക്കൽ സർവീസ് പേ ചെയ്തതാണ്. ഓക്കെ, അതിൻ്റെ ഫീസ് പേ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഈ ലൂക്കാസ് ലിമിറ്റഡ് എന്ന് പറയുന്നത് എവിടെയാണ് ബേസ് ചെയ്തിട്ടുള്ളത്? USA ഓക്കെ, ആൻഡ് ഓൾസോ ദേ ആർ ടെല്ലിങ് ഇറ്റ് ഇസ് എ ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻ. The transaction was for $24,000, which was entered into on 7th of December 2021. So that is important. ഇത് നോക്കുക, ഡേറ്റ് നോക്കുക, 7th of December 2021. ആൻഡ് എമൗണ്ട് എന്ന് പറയുന്നത് $24,000 ആണ്. ഓക്കെ, പേ ചെയ്തിട്ടുള്ളത് എന്തെന്ന് പറഞ്ഞിട്ട് ടെക്നിക്കൽ സർവീസസ് എന്ന് പറഞ്ഞിട്ട്. ദ പേയ്മെൻറ്റ് ഫോർ ദ സെയിം വാസ് മെയ്ഡ് ഓൺ 20th of May 2022. അപ്പോൾ ഡേറ്റുകൾ ശ്രദ്ധിക്കുക. ഗിവൻ ദാറ്റ് ദ എക്സ്ചേഞ്ച് റേറ്റ്സ് ആർ ഓൺ 7/12/2021 എക്സ്ചേഞ്ച് റേറ്റ് തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് ദിസ് ഡേറ്റ്. അതിൻ്റെ എന്ന് പറയുന്നത് 68 ആണ്. 1/1/2021 തന്നിട്ടുണ്ട്, അതിൻ്റെ എന്ന് പറയുന്നത് $1 68 ആണ്. ആൻഡ് 31/3/2022 തന്നിട്ടുണ്ട്, അതെന്ന് പറയുന്നത് $1 70.45 ആണ്. 20/5/2022 തന്നിട്ടുണ്ട് 71.50. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്ത് കണ്ടുപിടിക്കാനാണ്? യു ആർ റിക്വയർഡ് ടു അസർട്ടൻ ദി എമൗണ്ട് അറ്റ് വിച്ച് ദ ട്രാൻസാക്ഷൻ വുഡ് ഗെറ്റ് റെക്കഗ്നൈസ്ഡ് ഇൻ ദ ബുക്സ്. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ നമ്മൾ ഓൾറെഡി ലേൺ ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ ഇപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു സംഭവം ബുക്സിൽ റെക്കഗ്നൈസ് ചെയ്യാൻ പോകുന്നത് എന്നാണ്. അപ്പോൾ നമ്മുടെ ഇനീഷ്യൽ റെക്കഗ്നേഷൻ്റെ കാര്യമാണ് പറയുന്നത്. കാരണം ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ ഫസ്റ്റ് വി ഹാവ് ടു ഡു വാട്ട്? ഇനീഷ്യൽ റെക്കഗ്നേഷൻ. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് നടത്തുക? നമ്മൾ പറഞ്ഞായിരുന്നു അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്ചേഞ്ച് റേറ്റ്. എന്നാണ് ഈ ട്രാൻസാക്ഷൻ നടന്നത്, ആ ട്രാൻസാക്ഷൻ നടന്ന ഡേറ്റാണ്, ആ ഡേറ്റിലെ എക്സ്ചേഞ്ച് റേറ്റ് ആണ് നമ്മൾ എടുക്കുക. സോ ട്രാൻസാക്ഷൻ നടന്നത് 7th of December 2021 ആണ്. ആസ് യു ക്യാൻ സീ ദ ഡേറ്റ്. ഓക്കെ, അന്നാണ് ട്രാൻസാക്ഷൻ നടക്കുന്നത്. അതുപോലെ ആ ഒരു ദിവസത്തിലെ എക്സ്ചേഞ്ച് റേറ്റ് ആണ് 68.80. സോ ജസ്റ്റ് സിംപ്ലി ഇനീഷ്യൽ റെക്കഗ്നേഷന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ബുക്സിലെ 24,000 × 68.80 ചെയ്യുക. ആൻഡ് വാട്ട് എവർ ദാറ്റ് എമൗണ്ട് ഇസ്, ആ എമൗണ്ട് ആയിരിക്കും നമ്മൾ ഇനീഷ്യൽ റെക്കഗ്നേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബുക്സിൽ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ദാറ്റ്സ് ഇറ്റ്. 24,000 × 68.80 16,51,200 ആയിരിക്കും നമ്മുടെ ബുക്സിൽ ഇനീഷ്യൽ റെക്കഗ്നേഷൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. ദാറ്റ്സ് ഇറ്റ്. Now next question എന്താ ചോദിക്കുന്നത്? Calculate amount of foreign exchange gain or loss to be recorded in the financial statements for the years 2021-22 and 2022-23. സോ ഇതെന്ന് പറയുന്നത് സബ്സിക്വൻറ്റ് റെക്കഗ്നേഷൻ ആണ്. ഈ സബ്സിക്വൻറ്റ് റെക്കഗ്നേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കണം, വളരെയധികം ശ്രദ്ധിക്കണം. ബിക്കോസ് ഇവിടെയാണ് നമുക്ക് റൂൾസ് ഒക്കെ അപ്ലൈ ചെയ്യേണ്ട അവസ്ഥ വരുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ്. അപ്പോൾ ആസ് യു ക്യാൻ സീ ഡേറ്റിൽ ഡിഫറൻസുകളുണ്ട്. ഓക്കെ, അതായത് ഇവിടെ ഡേറ്റുകൾ ശ്രദ്ധിക്കുക. 7th of December 2021 ആണ് എന്ത് നടക്കുന്നത്? ട്രാൻസാക്ഷൻ നടക്കുന്നത്. അതിൻ്റെ സെറ്റിൽമെൻറ്റ് നടക്കുന്നത് 20/5/2022 ആണ്. ഫസ്റ്റ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം ഈ ട്രാൻസാക്ഷൻ നടന്ന ഫിനാൻഷ്യൽ ഇയർ ഏതാണ്. ട്രാൻസാക്ഷൻ നടന്ന ഫിനാൻഷ്യൽ ഇയർ നോക്കുമ്പോൾ 2021-22 ആണ്
എന്ത് വരുന്നത് ഫിനാൻഷ്യൽ ഇയർ, ട്രാൻസാക്ഷൻ നടന്ന ഫിനാൻഷ്യൽ ഇയർ. ഫൈൻ. ഇനി സെറ്റിൽമെൻറ്റ് നടക്കുന്നത് ഏതാണ്, നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലാണ്, 2022-23. ഓക്കെ. അപ്പോൾ ഈ ഒരു കേസ് നമ്മൾ ഓൾറെഡി തിയറി വൈസ് പറഞ്ഞു പോയപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നതാണ്. 2 കേസുകളുണ്ടായിരുന്നു. ഒന്നെങ്കിൽ ഞാൻ എക്സാമ്പിൾ വൈസ് വരെ പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമാണ്, അതിൽ രണ്ടാമത്തെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞതാണ് ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ സിറ്റുവേഷനായിട്ട് വന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് 7 ഒരു വർഷം നമ്മൾ ഈ ട്രാൻസാക്ഷൻ നടത്തുന്നു, അതിൻ്റെ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സെറ്റിൽമെൻറ്റ് നടത്തുന്നത്. ഫൈൻ. അപ്പോൾ ഈ 2 വർഷങ്ങളൊന്നും മനസ്സിൽ വയ്ക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഓൾറെഡി ഇനീഷ്യൽ റെക്കഗ്നേഷൻ ചെയ്തു ആൻഡ് ദ വാല്യൂ 16,51,200. യു നോ ദാറ്റ് ഓൾറെഡി. ഇനി എന്ത് ചെയ്യണം, ആ വർഷത്തിൻ്റെ അവസാനമാകുമ്പോൾ എന്ത് ചെയ്യാനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ക്ലോസിംഗ് റേറ്റ് വെച്ചിട്ട് നമ്മളതിനെ കാണിക്കണം, സബ്സിക്വൻറ്റ് റെക്കഗ്നേഷൻ ചെയ്യണം. അപ്പോൾ 2021-22 വർഷത്തിൻ്റെ അവസാനം ആയി. ഓക്കെ. 2021-22 അവസാനം എന്ന് പറയുമ്പോൾ 31st March ആയി. 31st March 2022 ആയപ്പോൾ നമ്മൾ ബുക്സിൽ കാണിക്കുകയാണ് എന്ത്, ഈ വാല്യൂ എത്ര, $24,000. ഈ $24,000 ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യണം, 31st March 2022 എക്സ്ചേഞ്ച് റേറ്റ് നമുക്ക് കിട്ടണം. സോ അത് ഇവിടെ നോക്കുമ്പോൾ അവൈലബിൾ ആണോ, യു ക്യാൻ സീ ഹിയർ 31st March 2022 ഒരു ഡോളറിന് 17.45. യു ക്യാൻ സീ ഇറ്റ് ഹിയർ അല്ലേ. ആ വാല്യൂ എടുക്കുക. അപ്പോൾ 24,000 ഇൻറ്റു 17.45 ചെയ്യുക, യു വിൽ ഗെറ്റ് എൻ എമൗണ്ട്. ആ എമൗണ്ട് നോക്കാം, അതെ ഇവിടെ ചെയ്തിട്ടുണ്ടാവും, അതെ 24,000 ഇൻറ്റു 17.45 16,90,800. ഓക്കെ. അപ്പോൾ 2021-22 അവസാനം നമ്മൾ എന്ത് ചെയ്ത് റെക്കോർഡ് ചെയ്തു. ഇനി ഞാൻ പറഞ്ഞായിരുന്നു ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്, ഡിഫറെൻറ്റ് വാല്യൂസ് ആണ് അല്ലേ. അപ്പോൾ ആ എക്സ്ചേഞ്ച് ഡിഫറൻസ്, അതിൽ വരുന്ന ഗെയിൻ അല്ലെങ്കിൽ ലോസ് നമ്മൾ എവിടേക്ക് കൊണ്ടുപോകണം, പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് കൊണ്ടുപോകണം ഞാൻ പറഞ്ഞായിരുന്നു. സോ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് 16,51,200. ശരിക്കും നമ്മൾ ആ ട്രാൻസാക്ഷൻ നടന്ന ദിവസം തന്നെയാണ് എമൗണ്ട് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് 16,81,200 രൂപയെ കൊടുക്കേണ്ടിയിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുറച്ച് ദിവസമല്ല, ഏകദേശം അടുത്ത വർഷമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഇപ്പോൾ വർഷത്തിൻ്റെ അവസാനം ജസ്റ്റ് ക്ലോസിംഗ് റേറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ വാല്യൂ കൂടിയിട്ടുണ്ട് 16,90,800. അപ്പോൾ ആ വർഷത്തിൻ്റെ അവസാനം അനുസരിച്ച്, അവസാനത്തെ ആ വാല്യൂ അനുസരിച്ച് നോക്കുമ്പോൾ നമുക്ക് 16,90,800 ഇപ്പോൾ കൊടുക്കാനുണ്ടാവും ആ വർഷത്തിൻ്റെ അവസാനമായിട്ട് വരുമ്പോൾ. സോ നമ്മൾ ഇനീഷ്യൽ റെക്കഗ്നേഷനായിട്ട് 16,51,200 സബ്സിക്വൻറ്റ് റെക്കഗ്നേഷനിൽ ആദ്യത്തെ 2021-22 വർഷത്തിൻ്റെ അവസാനമായപ്പോൾ നമ്മളത് എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിസ് നോക്കിയപ്പോൾ, ക്ലോസിംഗ് റേറ്റിൻ്റെ ബേസിസ് നോക്കിയപ്പോൾ 16,90,800 ആയിട്ടുണ്ട്. ഇനി ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. അപ്പോൾ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് 39,600 ആണ് എന്ത് വരുന്നത്, ലോസ് വരുന്നത്. കാരണം എക്സ്ട്രാ കൊടുക്കേണ്ട വരുന്ന അവസ്ഥയാണ് നമ്മൾ ആ വർഷത്തിൻ്റെ അവസാനം വെച്ച് നോക്കിയപ്പോൾ. ഇനി അപ്പോഴും സെറ്റിൽമെൻറ്റ് നടന്നിട്ടില്ല. അപ്പോൾ 2021-22 കഴിഞ്ഞു. ഇനി 2022-23 വരുമ്പോഴാണ് സെറ്റിൽമെൻറ്റ് നടക്കുന്നത്. സെറ്റിൽമെൻറ്റ് എന്നാ നടക്കുന്നത്, ഡേറ്റ് എന്നായിരുന്നു, 20th March 2022. ഓക്കെ. അപ്പോൾ അന്നാണ് സെറ്റിൽമെൻറ്റ് നടക്കുന്നത്. അപ്പോൾ അന്ന് സെറ്റിൽമെൻറ്റ് നടക്കുന്ന സമയത്ത് ആ ഡേറ്റിലെ എക്സ്ചേഞ്ച് റേറ്റ് എത്രയാണെന്ന് നോക്കൂ. 20th May 2022 71.50 ആണ്, റൈറ്റ്, 71.50. സോ നമ്മൾ എന്ത് ചെയ്യണം, $24,000 ഇൻറ്റു 71.50 ചെയ്യുക. യു വിൽ ഗെറ്റ് 17,16,000. ഓക്കെ. ഇനി എന്ത് ചെയ്യണം, ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ബേസ് വെച്ച് നോക്കുമ്പോൾ ഈ 16,90,800 ഈ 17,16,000 ആണ് നമ്മൾ ഡിഫറൻസ് നോക്കേണ്ടത്. ഓക്കെ. സോ അങ്ങനെ നോക്കുമ്പോൾ ഡിഫറൻസ് വിൽ ബി ഹൗ മച്ച്, 25,200 ആയിരിക്കും ഡിഫറൻസ്. എക്സ്ചേഞ്ച് അപ്പോഴും എന്ത് തന്നെയാണ്, ലോസ് തന്നെയാണ്. കാരണം എക്സ്ചേഞ്ച് റേറ്റ് എന്ത് ചെയ്തിരിക്കുകയാണ്, കൂടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. ശരിക്കും ആ ട്രാൻസാക്ഷൻ നടന്ന ദിവസം ആ ടൈമിൽ തന്നെ കൊടുത്തിരുന്നെങ്കിൽ 16,51,200 കൊടുക്കേണ്ടിയിരുന്നുള്ളൂ. പക്ഷേ ശരിക്കും സെറ്റിൽമെൻറ്റ് കൊടുത്തു വന്നപ്പോൾ നമുക്ക് കൊടുക്കേണ്ടി വന്നത് 17,16,000 ആണ്. കണ്ട, അപ്പോൾ ഡിഫറൻസ് കണ്ട, അതാണ് ഇവിടെ പറഞ്ഞത്. പക്ഷേ ഓൾറെഡി നമ്മൾ ഈ 16,90,800ൻ്റെയും 16,51,200ൻ്റെയും ഡിഫറൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് നമ്മളവിടെ എക്സ്പെൻസ് ആയിട്ട് കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ഓൾറെഡി എന്ത് ചെയ്യാണ്, അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവരും തമ്മിലുള്ള ഡിഫറൻസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, 25,200. അതും ലോസ് തന്നെയാണ്. അതും നമ്മൾ എവിടേക്ക് കൊണ്ടുപോകും, പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് കൊണ്ടുപോകും. ഏത് വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസിലാണ് ഇത് കാണുക, ഈ 25,200ൻ്റെ
ഈ കേസ് കാണുന്നത് 2022-23 എന്ന് പറഞ്ഞിട്ടുള്ള ഫിനാൻഷ്യൽ ഇയറിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസിലായിരിക്കും കാണുക. ഓക്കെ, അപ്പോൾ അത് ഡൗട്ട് ഉണ്ടാവരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. സിമ്പിൾ ആയിരുന്നില്ലേ? നമ്മുടെ ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ യു വിൽ ബി ഏബിൾ ടു ഡു ദിസ് ക്വസ്റ്റ്യൻ ബൈ യുവർ സെൽഫ്. ദാറ്റ്സ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സുഭാഷ് ലിമിറ്റഡ് പർച്ചേസ്ഡ് എ മെഷീൻ കോസ്റ്റിംഗ് ₹260 lakhs on 1/4/2021. ഓക്കെ, സോ ഒരു മെഷീൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഈ മെഷീൻ്റെ വാല്യൂ 260 lakhs ആണ്. ഇത് വാങ്ങിച്ചത് 1/4/2021 ആണ്. ആൻഡ് ദ സെയിം വാസ് ഫുള്ളി ഫിനാൻസ്ഡ് ബൈ ഫോറിൻ കറൻസി ലോൺ. സോ നമ്മളൊരു ലോൺ എടുത്തിട്ടാണ് ഈ പറഞ്ഞ സാധനം, ഈ പറഞ്ഞ മെഷീൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ലോൺ എടുത്തിട്ടുള്ളത് $. പേയബിൾ ഇൻ 3 ആനുവൽ ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ്. അപ്പോൾ 3 ആനുവൽ ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സിലാണ് ഇത് പേ ചെയ്യേണ്ടത്. എക്സ്ചേഞ്ച് റേറ്റ്സ് വർ $1 67.50 ആൻഡ് 17.45 ആസ് ഓൺ 1/4/2021 ആൻഡ് 31/3/2022 റെസ്പെക്റ്റീവ്ലി. അപ്പം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇവർ ഈ ലോൺ അടയ്ക്കുന്നത് 3 ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ്സ്, വാർഷികമായി ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സിലാണ് അടച്ചു തീർക്കുന്നത് ഈ പറഞ്ഞ ഫോറിൻ കറൻസി ലോൺ. ആൻഡ് ഓൾസോ 2 ഡേറ്റ്സിലെ എക്സ്ചേഞ്ച് റേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഏതാണ്? ഒന്ന് April 2021, 1st April 2021 എന്നാണ് ഈ ട്രാൻസാക്ഷൻ നടക്കുന്നത്. അതിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ് ഇസ് ഓൾസോ അവൈലബിൾ. ആൻഡ് ഓൾസോ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയറിലെ 31/3/2022 എക്സ്ചേഞ്ച് റേറ്റും ഇസ് ഓൾസോ അവൈലബിൾ ഫോർ എസ്. ഓക്കെ, നെക്സ്റ്റ്. First installment was paid on 31/3/2022. The entire difference in foreign exchange has been capitalized. Advise how to exchange gain or loss should be accounted for by the company. അപ്പോൾ ഇവർ ഇവിടെ എന്ത് ചെയ്തേക്കണം? എൻറ്റയർ ഡിഫറൻസ്, ഈ ഡിഫറൻസുകൾ എക്സ്ചേഞ്ച് ഡിഫറൻസ് അവർ എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ക്വസ്റ്റനിൽ. ഫോറിൻ എക്സ്ചേഞ്ച് ഹാസ് ബിൻ ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അഡ്വൈസ് ഹൗ ദി എക്സ്ചേഞ്ച് ഗെയിൻ ഓർ ലോസ് ഷുഡ് ബി അക്കൗണ്ടഡ് ഫോർ ബൈ ദ കമ്പനി. എങ്ങനെയാണ് ഈ എക്സ്ചേഞ്ച് ഗെയിൻ അല്ലെങ്കിൽ ലോസ് ശരിക്കും കമ്പനി അക്കൗണ്ട് ചെയ്യേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇവരെവിടെ ക്യാപിറ്റലൈസ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മൾ പഠിച്ചിട്ടുള്ളത് ക്യാപിറ്റലൈസ് ചെയ്യാനാണോ? അല്ല, ക്യാപിറ്റലൈസ് ചെയ്യാനല്ല നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമ്മളത് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ആ എക്സ്ചേഞ്ച് ഡിഫറൻസ് എത്രയാണോ അത് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് ചാർജ് ചെയ്യുക എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാം. അപ്പോൾ 260 lakhs rupees 260 lakhs ആണ് അത്രയും കോസ്റ്റ് വരുന്ന മെഷീനാണ് വാങ്ങിച്ചിട്ടുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 260 lakhs എന്ന് പറയുന്നത് ഇവിടെ റുപ്പീസ് കൊടുത്തിട്ടുണ്ട്, അത് ആരും ശ്രദ്ധിക്കാതെ പോകരുത്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? 1/4/2021 ഈ ട്രാൻസാക്ഷൻ നടക്കുന്നത്. വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ബാക്ക് ടു ഡോളേഴ്സ്. ഓക്കെ, നമുക്കത് ഡോളേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. ആൻഡ് ഫോർ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സാധാരണ ഡോളേഴ്സ് ഇന്ത്യയിലേക്ക് മാറ്റാനാണെങ്കിൽ ദാറ്റ് പർട്ടിക്കുലർ ഡോളർ ഇൻ ടു എക്സ്ചേഞ്ച് റേറ്റ് നമ്മൾ ചെയ്യും അല്ലേ. അപ്പോൾ നമുക്ക് ഇന്ത്യൻ റുപ്പീസ് കിട്ടും. ഇവിടെ നമുക്ക് ഇന്ത്യൻ റുപ്പീസ് ഉണ്ട്, എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ട്, ഈ സാധനമാണ് കിട്ടുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളിത് ഡിവിഷൻ ചെയ്യണം, റൈറ്റ്. സോ അതിനായിട്ട് എന്ത് ചെയ്യണം? 260 lakhs എടുക്കുക. 260 lakhs ഡിവൈഡഡ് ബൈ അന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് എത്രയാണ്? 67.50 ചെയ്യാം. So we'll get around 3,20,000. ഓക്കെ, 3,20,000 ഡോളേഴ്സ് ആണ്. അപ്പോൾ ശരിക്കും 3,20,000 ഡോളേഴ്സ് ആണ്. ഇത്രയും ഡോളേഴ്സിൻ്റെ ട്രാൻസാക്ഷൻ ആണ് നടന്നിട്ടുള്ളത് അന്ന്. അപ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? നമ്മളെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ എന്ന് പറയുന്നത് 31/3/2022 എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്ചേഞ്ച് റേറ്റ് വന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ ദി ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുന്നത് 31/3/2022 ആണ്. സോ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞ മാതിരി എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ചെയ്യുന്നു. 3,20,000 ഡോളേഴ്സിലേക്ക് ആക്കി മാറ്റി. ഇതാണ് ശരിക്കും നമുക്ക് അന്ന് നടന്നിട്ടുള്ള ട്രാൻസാക്ഷൻ്റെ വാല്യൂ. ഇനി ആ ഒരു വർഷം അവസാനമായപ്പോൾ 31/3/2022 ആയപ്പോൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുകയാണ്. അടയ്ക്കുന്ന ഈ 31/3/2022 എക്സ്ചേഞ്ച് റേറ്റ് നോക്കുക, വിച്ച് 17.45. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? നമുക്കറിയാം 3,20,000 into 17.45 ചെയ്യുക. യു വിൽ ഗെറ്റ് ആൻ എമൗണ്ട് 3,20,000 into 17.45. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 2,25,44,000 ആണ് കിട്ടുന്നത്. 3,20,000 into 17.45 ചെയ്യുമ്പോൾ ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ. ആൻഡ് ഓൾസോ 3,20,000 into 67.50 ചെയ്ത് കഴിഞ്ഞാൽ 260 lakhs ആണ് കിട്ടണമെന്ന് പറയാം. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് 2,25,44,000 260 lakhs തമ്മിൽ ഡിഫറൻസ് നോക്കുമ്പോൾ 9,44,000 ആണ് നമുക്ക് ഡിഫറൻസ് വരുന്നത്. 9,44,000 റൈറ്റ്. ഓക്കെ, അപ്പോൾ
ഈ ഇൻറ്റയർ ലോസ്, ഇപ്പോൾ ഇത് ലോസ് ആണ് നമുക്ക്, കാരണം ശരിക്കും ട്രാൻസാക്ഷൻ നടന്നത് 67.50 കൊടുത്താൽ മതിയായിരുന്നു $1. ഇപ്പോൾ 17.45 കൊടുക്കണം. അപ്പോൾ നമുക്ക് നഷ്ടം തന്നെയാണ്. മൊത്തം നഷ്ടം വന്നിട്ടുള്ളതാണ് 9,44,000 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ 9,44,000 നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് മാറ്റുകയാണ് ചെയ്യേണ്ടത്, അല്ലാണ്ട് ക്യാപിറ്റലൈസ് അല്ല ചെയ്യേണ്ടത് എന്നാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇതാണ് നമ്മുടെ സ്റ്റഡി മാറ്റ് കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ഡൗട്ട് വരും. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അടച്ച കാര്യമല്ലേ പറയണേന്ന് നിങ്ങൾ ചോദിക്കും. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആണെങ്കിൽ മൊത്തത്തിൽ ലോൺ അടച്ച് തീർത്തു എന്നല്ല അവർ പറഞ്ഞിട്ടുള്ളത്. ശരിക്കും അങ്ങനെ ആയാൽ മതിയായിരുന്നു ക്വസ്റ്റ്യൻ ഇവർക്ക് ഇങ്ങനെ പറയുകയാണെങ്കിൽ. ഇവിടെ 3 ആനുവൽ ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കാൽക്കുലേഷൻ മൊത്തം ഡിഫറെൻ്റ് ആയിട്ട് വരും. ഇവിടെ ഈസി ടു അണ്ടർസ്റ്റാൻഡ് മാനറിൽ നമുക്ക് ഇപ്പോൾ തൽക്കാലം ക്ലാരിറ്റിക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് സ്റ്റഡി മാറ്റ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇത് ശരിക്കും നമ്മൾ ഈ ക്വസ്റ്റ്യൻ പ്രകാരം പറയണ പോലെ ചെയ്യുവാണെങ്കിൽ, ശരിക്കും നമ്മൾ പറയണ പോലെ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ആൻസർ വരേണ്ടിയിരുന്നത് എന്ന് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. അപ്പം ഞാനത് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു തരാം. വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ഞാനത് കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതാണ് ഇലസ്ട്രേഷൻ നമ്പർ 8. ആൻഡ് ആഫ്റ്റർ ദിസ് നമുക്ക് ഇലസ്ട്രേഷൻ നമ്പർ 12 ഇലസ്ട്രേഷൻ നമ്പർ AS12ൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഇനി നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ട് നോക്കാം. യെസ്, അപ്പോൾ ഇതാണ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ AS11ൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇതും AS11ൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. Either Mrs. A bought a forward contract for 3 months of $1 lakh on 1st December at $1 is equal to 47.10 when exchange rate was $1 is equal to 47.02. ഓക്കെ, ഇവിടെ പറയുന്നതേ എ എന്ത് ചെയ്തു? ഒരു ഫോർവേഡ് കോൺട്രാക്റ്റിലേക്ക് എൻട്രി ആണ്. 3 months ഫോർവേഡ് കോൺട്രാക്റ്റ് ആണ്. ഓക്കെ, 3 months ഫോർവേഡ് കോൺട്രാക്ട് ആൻഡ് കോൺട്രാക്റ്റിലുള്ള വാല്യൂ എന്ന് പറയുന്നത് $1 lakh US ആണ്. അപ്പോൾ ഒരു ഫോർവേഡ് കോൺട്രാക്റ്റിലേക്ക് എൻട്രി ചെയ്തപ്പം കോൺട്രാക്റ്റിൽ പറയുന്നത് ഞാൻ 3 മാസം കഴിയുമ്പോൾ ഈ $1 47.10 വെച്ച് ഞാൻ വാങ്ങിക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, ശരിക്കും ആ ഒരു ദിവസം കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന ദിവസത്തെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് 47.02 ആണ്. സോ ഇവിടെ 1 lakh വാല്യൂ വരുന്നതാണ് $. അതിൻ്റെ നമ്മൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത് 47.10 ആ കോൺട്രാക്റ്റ് കയറുന്ന ദിവസം ശരിക്കുമുള്ള വാല്യൂ എന്ന് പറയുന്നത് 47.02 ആണ്. ഓക്കെ, ഇതുവരെയുള്ള ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഓൺ 31st December when he closed his books exchange rate was $1 47.15. അപ്പോൾ 31st December അദ്ദേഹം ബുക്സ് ക്ലോസ് ചെയ്തപ്പോൾ ഉള്ള ക്ലോസ് റേറ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് 47.15. ഓൺ 31st January he decided to sell the contract at 47.18 per dollar. Show how the profits from contract will be recognized in the books as per AS11. ഓക്കെ, സോ ഇവിടെ നോക്കുമ്പോൾ ഇനി 31st December അവർ ബുക്സ് ക്ലോസ് ചെയ്യുന്നുണ്ട്. ബുക്സ് ക്ലോസ് ചെയ്യുമ്പോഴുള്ള ക്ലോസ് റേറ്റ് തന്നിട്ടുണ്ട്. ഇത് സ്പോട്ട് റേറ്റ് ആണ്, ഇത് കോൺട്രാക്റ്റിൻ്റെ ആണ്. ഇത് കോൺട്രാക്റ്റിൻ്റെ, ഇത് സ്പോട്ട്, ഇത് ക്ലോസ് റേറ്റ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ പറയുന്നത് 31st March ഇദ്ദേഹം ഇത് സെല്ലിയാണ്, ഈ കോൺട്രാക്റ്റ് സെല്ലിയാണ്, 47.18 സെല്ലിയാണ്. ഇവിടെ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും 3 months കഴിഞ്ഞിട്ടില്ലല്ലോ, 2 months അവസാനം ആകുമ്പോഴേക്കും ഇദ്ദേഹം കോൺട്രാക്ട് വിൽക്കുകയാണെന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്ലി വായിക്കാം. ഷോ ഹൗ ദ പ്രോഫിറ്റ്സ് ഫ്രം കോൺട്രാക്ട് വിൽ ബി റെക്കഗ്നൈസ് ഇൻ ദ ബുക്സ് ആസ് പെർ AS11. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾ നോക്കുക, ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിൽ വെക്കാനായിട്ടുണ്ട്. അതായത് ഫോർവേഡ് കോൺട്രാക്റ്റ് ഒന്നെങ്കിൽ നമുക്ക് 2 ഓപ്ഷൻസ് ആണ്. ഒന്നെങ്കിൽ നമുക്ക് ഈ 3 മാസം കഴിയുന്നത് വരെ നോക്കിയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ കോൺട്രാക്റ്റ് ഇതിൻ്റെ റൈറ്റ് വേറൊരാൾക്ക് വിൽക്കാം. അപ്പോൾ ഈ ഒരു കേസിൽ വിൽക്കുന്ന കേസാണ്. ഇവിടെ എന്ത് ചെയ്യണം? 3 മാസം വരെ വെയിറ്റ് ചെയ്തിരിക്കാനൊന്നും എക്ക് വയ്യ. എക്ക് ഓൾറെഡി ഇപ്പോൾ നോക്കുമ്പോൾ 31st January നോക്കുമ്പോൾ തന്നെ 47.18 ഉണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ അതിൻ്റെ വാല്യൂ. അപ്പോൾ ഇദ്ദേഹം എൻട്രി ചെയ്തിട്ടുള്ള കോൺട്രാക്ട് 47.10 ആണ്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? ഈ കോൺട്രാക്ട് 47.18 വിൽക്കുകയാണ്. അപ്പോൾ ഈ കോൺട്രാക്ട് എത്രയാണ്? 47.10 പിന്നെ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 47.18 മൈനസ് 47.10 എന്ന് പറയുന്നത് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 0.08 ആണ്. ഇദ്ദേഹം എത്ര വാല്യൂവിൻ്റെ കോൺട്രാക്റ്റിൽ കയറിയത്? $1 lakh. സോ 1 lakh 0.08 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭം എത്രയാണ്? 8,000 ആണ്. ഓക്കെ, അപ്പോൾ ഇത് റെക്കഗ്നൈസ് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ 31st December ഒരു വാല്യൂ തരുന്നുണ്ടല്ലോ,
അതനുസരിച്ച് ശരിക്കും ഈ 47.17 47.15 തമ്മിലുള്ള ആ ഡിഫറൻസ് ഉണ്ടല്ലോ, അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് ആ പ്രോഫിറ്റ് മാറ്റണം. എന്നിട്ട് ബാക്കിയുള്ള പ്രോഫിറ്റാണ് വരിക. അതായത് ഇവിടെ 0.05 ഓൾറെഡി നമ്മൾ ഇവിടെ റെക്കഗ്നൈസ് ചെയ്യും. ഓക്കെ, അതിനുശേഷം അറ്റ് ദി എൻഡ് നമ്മുടെ ക്ലോസ് റേറ്റ് വെച്ചിട്ട് നമ്മൾ ഓൾറെഡി ആ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആകുമ്പോൾ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യും. ബാക്കി എന്നിട്ട് അടുത്ത വർഷമാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക. എന്നാൽ മൊത്തം ലാഭം നമുക്ക് കിട്ടുന്നത് ശരിക്കും 8,000 തന്നെയാണ്. ഇപ്പോൾ ഇവിടെ തൽക്കാലം ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. 47.10 47.18 കൺസിഡറേഷനിൽ എടുത്തിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 0.08 ആണ്. അത് നമ്മൾ ഈ 1 lakh മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൊത്തത്തിൽ നമുക്ക് ലഭിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 8,000 ആണ്. അത്ര മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗുഡ്സ് പർച്ചേസ് ചെയ്തു. 1/1/2020 ഗുഡ്സ് പർച്ചേസ് ചെയ്തത്. ഒരു ഓക്കെ 1/1/2020 ഗുഡ്സ് പർച്ചേസ് ചെയ്തത്. $US 15,000 പർച്ചേസ് ചെയ്തത്. അന്ന് ഈ 1 ജനുവരി 2020 ഒരു ഡോളറിന് 75 രൂപയാണ്. ഓക്കെ, എക്സ്ചേഞ്ച് റേറ്റ്. ഇനി എക്സ്ചേഞ്ച് റേറ്റ് ആ വർഷത്തിൻ്റെ അവസാനം 31/3/2020 വന്നിട്ടുണ്ട്. ഒരു ഡോളറിന് 74 ആണ്. ഇനി ഡേറ്റ് ഓഫ് ആക്ച്വൽ പേയ്മെൻറ്റ് അടുത്ത വർഷമാണ് ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ ആകുമ്പോഴേക്കും നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ കാരണം വെച്ചാൽ ഫിനാൻഷ്യൽ ഇയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2019-20 ആണ്. 2019-20 കേസാണ് ഈ രണ്ടെണ്ണം. ഇത് 2020-21 കേസാണ്. അപ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻ ഒരു വർഷം, സെറ്റിൽമെൻറ്റ് വേറെ വർഷം വരുന്ന കേസില്ലേ, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തില്ല, അതുപോലെ തന്നെ കേട്ട് വരും ഇതിന് ആൻസർ. യു ആർ റിക്വയർഡ് ടു അസർട്ടൻ ലോസ് ഓർ ഗെയിൻ ടു ബി റെക്കഗ്നൈസ് ഫോർ ഫിനാൻഷ്യൽ ഇയേഴ്സ് ആൻഡ് 31st March 2021 ആൻഡ് 31st March 2022 ആസ് പെർ AS 11. ഇപ്പോൾ നേരത്തെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യില്ല, ഇല്ലസ്ട്രേഷൻ നമ്പർ 7 ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇല്ലസ്ട്രേഷൻ നമ്പർ 7 പ്രകാരം ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ആദ്യം ഇനീഷ്യൽ റെക്കഗ്നേഷൻ നമ്മൾ എങ്ങനെ ചെയ്യണം? 15,000 × 75 ചെയ്യുക. $15,000 × 75. ഇനീഷ്യൽ റെക്കഗ്നേഷനായിട്ട് നമ്മൾ 11,25,000 ഇനീഷ്യൽ റെക്കഗ്നേഷനായിട്ട് കാണിക്കണം. ഇതാണ് ഇനീഷ്യൽ റെക്കഗ്നേഷൻ്റെ ഇത് ബുക്സിൽ നമ്മൾ എഴുതുന്നത്. അതിനുശേഷം സബ്സിക്വൻറ്റ് എന്ന് പറയുമ്പോൾ അറ്റ് ദി എൻഡ് നമ്മൾ സെറ്റിൽമെൻറ്റ് നെക്സ്റ്റ് ഇയർ ആണല്ലോ. അപ്പോൾ ആ വർഷത്തിൻ്റെ അവസാനം ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും കാണിക്കണം. അപ്പോൾ 74 ആണ് അപ്പോൾ വരുന്നത്. അപ്പോൾ 74 × 15,000 ചെയ്യുമ്പോൾ നമുക്ക് 11,10,000 ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ വാല്യൂ കുറയാണ് ചെയ്തത് അല്ലേ? നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തു, നമുക്കാണ് അങ്ങോട്ട് കാശ് കൊടുക്കാനുള്ളത്. അപ്പോൾ ശരിക്കും നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്ത് അന്ന് തന്നെ കാശ് കൊടുക്കുമായിരുന്നെങ്കിൽ ഒരു 11,25,000 കൊടുക്കേണ്ടി വന്നേനെ. നമ്മൾ ഇതുവരെയായിട്ടും കൊടുത്തിട്ടില്ല, ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ അറ്റ് ദി എൻഡ് ഇയർ എൻഡ് ആയപ്പോൾ വാല്യൂ കുറയാണ് ചെയ്തത്. അപ്പോൾ ഒരു 11,10,000 അപ്പോൾ നമുക്കത് ലാഭമാണ്, നമുക്ക് അത്രയും കുറവല്ല കൊടുക്കുന്നുണ്ടോ. സോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ നോക്കുമ്പോൾ 15,000 പ്രോഫിറ്റാണ് എപ്പോൾ വരുന്നത്? 2019-20 നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് 15,000 ആണ്. ഓക്കെ, യെസ്. ഇനി ശരിക്കും പേയ്മെൻറ്റ് നടത്തുന്നത് എന്നാണ്? നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ആണ്, ജൂലൈ 7th നടത്തുന്നത്. അപ്പോൾ സമയത്ത് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് 73 ആണ്. ഓക്കെ, അപ്പോൾ 15,000 × 73 ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 10,95,000 ആണ് വരുന്നത്. 10,95,000 ആണ് നമുക്ക് ലാഭം വരുന്നത്. ഇനി നമ്മൾ അറ്റ് ദ ഇയർ എൻഡിലായപ്പോൾ നമ്മൾ എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്? 1,10,000. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ വീണ്ടും വാല്യൂ കുറയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീണ്ടും നമുക്ക് ലാഭം വന്നിട്ടുണ്ട്, റൈറ്റ്? വീണ്ടും ലാഭം 50,000. ഓക്കെ, അപ്പോൾ 2 വർഷവും നമുക്ക് 50,000 ലാഭം വന്നിട്ടുണ്ട്. അത് അതാത് വർഷങ്ങളിലെ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് മാറ്റുക. അത് തന്നെയാണ്, രണ്ടും 15,000 ആണ്. അതായത് 2019-20 നമുക്ക് 15,000 തന്നെയാണ് കിട്ടുന്നത്. 2020-21 നമുക്ക് 15,000 തന്നെയാണ് കിട്ടുന്നത്. ഇതിൻ്റെ 50,000 നമ്മൾ ഈ വർഷത്തിൻ്റെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ കാണിക്കും. പിന്നീട് സെറ്റിൽമെൻറ്റ് നടത്തുന്ന വർഷത്തിൽ കിട്ടുന്ന പ്രോഫിറ്റ് സെറ്റിൽമെൻറ്റ് നടത്തുന്ന വർഷത്തിലെ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് മാറ്റും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ AS 11 നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പെയ്ഡ് സെക്ഷനിലായിരിക്കും ഇടുക. നമ്മുടെ വർക്ക് ബുക്കിലത്തെ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പെയ്ഡ് സെക്ഷനിലായിരിക്കും ഇടുക. സോ ഇതുവരെയുള്ള നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് AS 11 മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾക്ക് തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് പെയ്ഡ് സെക്ഷനിൽ ഇടുന്നു എന്ന് മാത്രം. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് റോക്ക് യുവർ സ്റ്റഡീസ്.